ഞാൻ പ്രോപ്പർ സി എ അല്ല. എനിക്ക് ശരിക്കും അങ്ങനത്തെ ഇതില്ല. എന്താ പറയാ, റിയൽ റിയൽ സി എ അല്ല. ഞാൻ 5 കൊല്ലം പഠിച്ച് സി എ ആയതല്ല. നോട്ടീസാ, സി എക്കാരൻ എനിക്കെതിരെ ലീഗൽ നോട്ടീസ് കൊടുത്തതാ. ഇതാ, ഇത് കാണിക്കാൻ പറ്റുമോ? വക്കീലിന്റെ അഭിമുഖത്തിലായിക്കൊണ്ട് ഇത് കാണിക്കാൻ തോന്നും. ഇങ്ങോട്ട് വാ. അല്ല, ഇത് ഞാൻ പറിച്ചു കളഞ്ഞു കേട്ടോ. ഇത് ഞാൻ പറിച്ചു കളഞ്ഞു. അല്ല എടാ, ഞാൻ ഈ സാധനം പറിക്കുമ്പോ ഇതും കൂടി പറഞ്ഞു വന്നടാ. അല്ല, ഇതാ, ഇത് വീട്ടിലേക്ക് വന്ന ഒരു നോട്ടീസ്. എന്താ ഈ സംഭവം? ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവർ കേസ് കൊടുക്കോ? കേസാ? എന്താ? അല്ല, ഞാൻ സി എ ആണ്, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാൻ സി എ ആയിക്കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് പ്രശ്നാവോ? പ്രശ്നമാവും. ഇത് നോട്ടീസ് പെനാൽറ്റി. എടാ, എനിക്കെതിരെ കേസ്, ഇത് കേസൊന്നല്ലല്ലോ. ഇത് കേസ് ആക്കാനുള്ള മുമ്പ് നീ ചീറ്റിംഗും ഫോർജറും ചെയ്യുന്ന പറയണ. ഞാൻ എന്താ ചീറ്റിംഗ് ഇതിന്? ഞാൻ സി എ ആണ്. ഇത് അയച്ചത് ആരാണെങ്കിലും ഞാൻ സി എ ആണ്. ഇത് ശരിക്കും റിയൽ ഒന്നും ആയിരിക്കില്ല. ഇത് ഏതൊക്കെ പിള്ളേർ ചിലപ്പോ അയച്ചായിരിക്കടാ. ആ, ഫേക്ക് ആയിരിക്കും. ഇത് ഫേക്ക് ആയിരിക്കും. ഇതൊരിക്കലും റിയൽ ആയിരിക്കൂല. ഇത് ഫേക്ക് അയച്ചായിരിക്കും. ഇത് എന്ത്, ഇവർ നമ്മളെ സ്ട്രീം കണ്ടിട്ട് നമുക്ക് സി എക്കാർ നോട്ടീസ് അയക്കാനോ എന്ത് അങ്ങനെയൊന്നുമില്ല. അല്ല, ഒന്നാമത് ഞാൻ സി എ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ പിന്നെ അതില് ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിൽ കാണിക്കാൻ പറ്റോ? ഇല്ല, ഇത് കാണിക്കണ്ട. പക്ഷെ ഇത്രയും കണ്ടന്റ് കാണിച്ചു. ഇത്രയും കാണിച്ചു. ഇതിപ്പോ ഞാൻ ജയിലിലാവോ? ജയിലിലൊന്നും ആവില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത്രയും കാണിച്ചു. നമ്പർ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല അല്ലേ? അതല്ല, നോട്ടെ നിങ്ങക്ക് ഇത്രയും കാണിച്ചു. കുഴപ്പമില്ല. എടാ, ഇത് ഫേക്ക് സാധനമായിരിക്കോടാ. ഇത് ആരെങ്കിലും വീട്ടിലേക്ക് എന്നെ കാണിച്ചുതരാം. എടാ, അനീഷേട്ടന്റെ അനീഷേട്ടന്റെ ഇത് എന്നേരം പേര് ഇത് വന്നിട്ട് കുറെ കാലായി, 2-3 ആഴ്ച. ഇത് അവിടെ ഇട്ടതാ, താഴിലിട്ടതാ. ഇല്ലാന്ന് ഇവൻ അനീഷ് എന്ന് എഴുതിയതാ. അതിന്റെ ബാക്കിൽ കൊടുത്തു കവറ്. എവിടെ ഇത് കണ്ടോ? ഇതന്നോനെ അനീഷ് എഴുതിയതാ. അതിന്റെ ഫ്രണ്ടിൽ ഇതാ ഡീറ്റെയിൽസും ബാക്കി ഇതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. നമ്പറിൽ നീക്കാം. ഇതാ ഇതില് ഡൽഹിന്ന് വന്നിരിക്കുന്ന ഇത്രയും കാണിച്ചു. ഇതിപ്പോ സീനാവോ? നീ എന്റെ കേസ് നോക്കുവോ? ആടാ, എടി, ഇത് എനിക്ക് തോന്നില്ല കേട്ടോ. ഇതാരെ ഫേക്ക് എന്നെ പറ്റിക്കാൻ എങ്ങാനും ആയിരിക്കും. നീ ശരിക്കും പറയുന്നതന്നെ അല്ലെങ്കിൽ പേടിപ്പിക്കാനാ? നോക്കുക. ഇതല്ലടാ, സിഗ്നേറ്ററി നോക്കാറാണ്. കൃഷ്ണമോഹൻ, ചീഫ് ലീഗൽ അഡ്വൈസർ. അയ്യോ, ഇത്രയും കാണിച്ചു. വേണ്ട, ഇനിയിപ്പോ എന്ത്? അപ്പൊ ഇതെന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല, നമുക്ക് റിപ്ലൈ കൊടുക്കാം. അതിനുള്ള റിപ്ലൈ കാണിച്ചു കൊടുക്കാം. അല്ല, ഞാൻ സി എ ആണല്ലോ. അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താ പോരെ? ഇതൊന്നും വലിയ ഇഷ്യൂ ഒന്നല്ലടാ. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയാം. എടാ, അനീഷ് ഇത് ആദ്യം എഴുതിയതാ. അല്ല, ഇതെന്റെ വീട്ടിലേക്ക് സത്യമായിട്ട് വന്നാ. ഇതെന്താ സ്ക്രിപ്റ്റ്? ഞാൻ ഇത് ലൈവ് കാണിക്കുന്നു. ഇതെന്റെ വീട്ടിലേക്ക് വന്നാ. എന്റെ ഉമ്മ സത്യം ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് എന്റെ ഉമ്മ സത്യം ഞാൻ ഈ സാധനം ഉണ്ടാക്കിയതല്ല. ഇതെന്റെ വീട്ടിലേക്ക് വന്ന സാധനം. വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു. വീട്ടിൽ നിന്ന് അയച്ച സാധനം ഇത് അനീഷ് ഇത് 3-4 ആഴ്ച ഇത് വന്നിട്ട് 1 മാസത്തിന്റെ മുകളിലെങ്ങാനും ആയി. ഇത് മുമ്പേ എഴുതിയതാ. ഇവന് അനീഷ് അവിടെ കിട്ടിയ പേപ്പറിൽ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ കിട്ടിയ പേപ്പറിൽ ഇവനെടുത്ത് എഴുതിയത്. അതിന്റെ ബാക്കിൽ ഈ സാധനം അന്നേരം ഉണ്ടാവും. നിങ്ങൾക്ക് ആ ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഇതിൽ വന്നത്. അതിപ്പൊ ഞാൻ തുറന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഡിസ്കോഡിന് പോവാം. ഇനി വക്കീൽ എന്നെ ചിലപ്പം പറ്റിച്ചായിരിക്കും കേട്ടാ.
അതിൽ സാധ്യത ഉണ്ട്. വക്കീൽ തന്നെ ചിലപ്പോൾ ഇത് സത്യാന്ന് എനിക്കും വലിയ വിശ്വാസമൊന്നും ഇല്ല. വക്കീൽ എന്നെ മൂഞ്ചിക്കാൻ വേണ്ടി ചിലപ്പം പറഞ്ഞാകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതില്ല കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് വന്ന സാധനം ഞാൻ ഇത് കാണിച്ചു, ഇത് റിയലാണോ ഇല്ലയോ എനിക്കറിയില്ല. വക്കീൽ ഇടുള്ളതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ബാക്കി എനിക്കറിയില്ല. ഏതാ റിയൽ ആണെന്ന് കാണിക്കാനായിട്ട് ഇത്ര കാണിച്ചാൽ റിയൽ ആണെങ്കിലും പ്രശ്നമില്ലല്ലോ. റിയൽ ആണ് പ്രശ്നമില്ലെന്നല്ല, നമുക്ക് അതിനുള്ള ലീഗലി വേറെ കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. ഇത്രയും കാണിച്ചു. ക്യാമറ ഇവിടെ വേണ്ട വിട്, ഇതിന് കാണിച്ചെടുത്ത ഇത് ഇതാകണ്ട. കാണിച്ചില്ലെങ്കിൽ കാണിച്ചില്ല എന്ന് പറയാം സാർ. ആണോ? എനിക്ക് പേപ്പർ എനിക്ക് ആവശ്യമുണ്ട്. ഇത് ഞാൻ പറിക്കുമ്പോ വരികയും ചെയ്തല്ലോ. ഇത് വെച്ച് നീ എന്ത് ചെയ്യാനാ? സിഎ സർട്ടിഫിക്കറ്റ് കാണിക്കും, അത് കാണിക്കും. അത് കുറച്ചൊന്ന് ചെയ്യട്ടെ. അത് അല്ല, അത് ഉണ്ട്, വീട്ടിലുണ്ട്. ഞാൻ അടുത്ത് കാണിക്കും. ഓക്കെ. എടാ ഇത് ഇവളല്ലേ, മറ്റേ പെണ്ണല്ലേ ഇത്? അന്ന് മറ്റേ ഓണത്തിന് വന്ന പെണ്ണല്ലേ? എന്തായിരുന്നു ഇവളെ പേരെന്തായിരുന്നു? അനീക. ചെന്താമര പൂവിൻ കണ്ണല്ലേ, ഞാവലിൻ കാണിരച്ചുണ്ടല്ലേ, അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ, തുമ്പപ്പല്ലല്ലേ, വാർക്കുണ്ടരു മേഘച്ചേലല്ലേ, മാരണി മാതക പൂവല്ലേ, ചന്ദനം രാഗിയം അഴകല്ലേ, എണ്ണച്ചോടല്ലേ. അതാരാ? എടാ ഇവളെ എനിക്ക് അന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതെവിടെ? ഇവളെ വിളിച്ചാലോ നമുക്ക്? കോൾ ചെയ്യണോ? ചാറ്റ് പറ. ഇവളെ കോൾ ചെയ്യണോ? കോൾ ചെയ്ത് എടുക്കാമെന്നറിയില്ല. അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. വേണോ നിങ്ങൾ പറ. നോ? ഓക്കെ, എന്നാ വേണ്ട. ഓക്കെ. നോ യെസ് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കേ. നോ. അന്ന് തന്നെ ഇവള് ഒരു അത്ര വലിയ ഇതൊന്നും ആക്കില്ല, തുപ്പിയാലാക്കിയതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച്. ഞാൻ കാണിച്ചു തരണോ? നോ യെസ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. ഞാൻ പോൾ ഇടാൻ പോവാ. പോൾ ഇടട്ടെ. ഇതെന്താ നിങ്ങള് പോളിടാ. ഇതെന്താ നിങ്ങളിങ്ങനെ മിക്സഡ് ആകല്ല കേട്ടാ. ഇത് എങ്ങനെ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു തീരുമാനം ഏറ്റെടുക്കും നമ്മള്? പോൾ ഏത് ശരിക്കും പ്രശ്നമാണ്. നീ എല്ലാം പറഞ്ഞ എന്തോ ചെയ്യാൻ പറ്റുമോ? റിപ്ലൈ കൊടുക്കാം. അപ്പൊ ഇതാവൂലേ? അല്ല ഇതിന്റെ എന്റെ സിഎ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടൊരു ഇതയച്ചാ പോരെ? സിഎ സർട്ടിഫിക്കറ്റ് നിനക്ക് ഉണ്ടോ? ശരിക്കും ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇവര് അയച്ചേക്കണതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് സിഎ സർട്ടിഫിക്കറ്റ് നിനക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള ക്ലാരിഫിക്കേഷൻ. അത് ഉണ്ടോ നിനക്ക് സിഎ സർട്ടിഫിക്കറ്റ്? ഉണ്ടടാ. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ള റിപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോ എന്താ ഉള്ള പേര്? കോള് എടുക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇട്ടു നോക്കാം. പിന്നെ പമ്മി കാത്തു നിൽക്കാതെ 70% യെസ്സാ. ഓക്കെ, അപ്പൊ കോൾ ചെയ്യാം. മുഹമ്മദ് ഷമീർ ആണോ? എവിടെ അടുക്ക? ഞാൻ ഇതൊന്നും ഇതാക്കട്ടെ. കാണിച്ച ഞാൻ ഇത് ഇതാക്കിയിട്ടില്ല. ഞാൻ ലൈവിൽ പൊളിക്കാന്ന് പറഞ്ഞിട്ട് നിന്നതാ. എവിടെ? എന്റെ ഇസഡ് അല്ല. അപ്പൊ ഇത് ഫേക്കാ. ഇത് ഫേക്കാ. ഇത് ഫേക്കാ. അല്ല സീന ഫേക്ക് അല്ല.
ഇത് ഫേക്ക് ആയിരിക്കും. ഇതെന്റെ വീട്ടിലേക്ക് വന്നതാടാ. പേര് മുഹമ്മദ് ഷമീർ അല്ലേ? ആ പക്ഷെ ഇതിന്റെ ഹെഡ്ലൈൻ ഇത് ഫേക്ക് സാധനം, ലെറ്റർ ഫേക്ക് അല്ല, കൊടുത്തേക്കുന്ന പേര് തെറ്റാണെന്നുള്ളൂ. ഇസഡ് ഷമീർ നിന്റെ പേരല്ലല്ലോ. ഇല്ല, MR എന്നാണോ അത്? അപ്പൊ ഏതോ പിള്ളേർ ഇതാക്കിയതാ. ഒറിജിനൽ എങ്ങനെ MR ഷമീർ പേര് വരാ? എന്റെ മറ്റേ പേരല്ല വരുന്നത്. അല്ലല്ല, ഉമ്മാണല്ല. എടി ഇത് അന്നേ വന്നത് എനിക്ക് ഓർമ്മയില്ല. 1.5 മാസമായി ഇവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു നോട്ടീസ് വന്നിരുന്നു, നീ പറഞ്ഞ ലൈവിലായിട്ട് പൊളിച്ചോന്ന്. അതിന് ഞാൻ ഇതിപ്പോഴും കാണുന്നു, ഇപ്പൊ പൊളിച്ചിട്ട് കാണുന്ന ഇപ്പൊ അല്ലേ ഇതാ ഒറിജിനലോ. ഇപ്പൊ വക്കീലൊന്ന് കാണിക്കുമ്പോ ഞാൻ അറിയുന്ന സീന നീ കാര്യങ്ങള് നിനക്ക് ശരിക്കും പറഞ്ഞു. കാരണം ഇത് മറ്റേത് വരും, ഞാൻ ഇപ്പൊ പറയണം. ഫോർജറി, പിന്നെ എന്തായിരുന്നു ചീറ്റിംഗ് ബൈ ഇംപേഴ്സണേഷൻ, ഫോർജറി, ഇങ്ങനെയുള്ള വകുപ്പുകൾ വരും. പറയണത് ഫൈനൽ സർട്ടിഫിക്കറ്റ്. ഇത് തമാശ കേട്ടോ, ഇത് സീരിയസ്ലി ഇത് ഇങ്ങനെ കുറക്കുക. ഇതിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. ഇത് ഡൽഹിയിൽ നിന്ന് വന്നേക്കുന്ന തമാശയും കളിയല്ല, സീരിയസ് അതാ. സീലും മറ്റേ സാധനങ്ങളും ഉണ്ട് ഉണ്ടോ, ICAI എന്നൊക്കെ കണ്ടോ. ലാസ്റ്റ് സിഗ്നേച്ചർ സൂം ചെയ്ത് കൊടുക്കും. ഇതുണ്ടോ, SP കൃഷ്ണവാൻ, ചീഫ് ലീഗൽ അഡ്വൈസർ. ആരോ അവർക്കൊന്ന് അവരെ കൂട്ടായ്മ നിനക്ക് നീ ഇങ്ങനെ ഫോർജറിയും ഇംപെർസണേഷനും ചെയ്യുന്നുള്ള ലെവലില് കൊടുത്തതായിരിക്കും. ഫോർജറി ഞാൻ അതിനെന്താ ഇതില് എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചാ പോരെ? മറ്റേ ഡിപ്ലോമ കോഴ്സ് ആയിട്ടല്ലേ CA എന്ന് പറഞ്ഞ പ്രോപ്പർ CA കോഴ്സ് അല്ലല്ലോ. പ്രോപ്പർ CA കോഴ്സ് ആണോ അതോ ലോക്കൽ CA കോഴ്സ് ആണോ? കാര്യങ്ങള് പോലെ എന്റെ പ്രോപ്പർ ഇതാണ്. പ്രോപ്പർ ആണെങ്കിൽ അവരെ ലിസ്റ്റിൽ നിന്റെ പേര് വരേണ്ടതാണ്. ഇവർ എന്റെ പേര് അടിച്ചു നോക്കിയോ? ഇവർക്ക് എന്റെ ഫുൾ നെയിം പറയാം. എന്റെ കോഡ് അടിച്ചാലല്ലേ വരൂ. എന്റെ CA കോഡ് അടിക്കണ്ടേ? ഇത് നീ തമാശയും കളിയാക്കരുത്. എനക്കറിയാം ഇത് ഉണ്ടോ ഇല്ലയോ എന്ത് ഇത് സീന. ഇത് നീ എന്തായാലും നീ ഇന്നോ നാളെ വന്നിട്ട് പബ്ലിക്കിൽ വന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ പ്രോപ്പർ CA അല്ല, ഞാൻ CAന്റെ മറ്റേ ഡിപ്ലോമ കോഴ്സിന് പോയിട്ട് അതും പാസ്സാവാണ്ട് വീട്ടില് ചൊറിയ കുത്തിയിരുന്നു. എടാ അതൊന്നല്ല, ഡൽഹി പോണ്ടി വരും. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്ര മോശം അക്കൗണ്ടന്റ് അല്ല ഞാൻ CA ആണ്. അത്ര മോശം പണിയല്ല, അതങ്ങ് പറഞ്ഞാ മതി. നീ സാധാ അക്കൗണ്ടന്റ് CA അല്ല, ഞാൻ CA തന്നെ. ഞാൻ തെളിവെടുത്ത് വന്നാ പോരെ? ഞാൻ CA സർട്ടിഫിക്കറ്റ് കാണിച്ച ഈ പ്രശ്നം തീരൂലേ? തമാശകളല്ല, ഈ കേസല്ല എന്റെ തല ഞാൻ നോക്കണ്ട. എനിക്ക് നോക്കാം. ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചോളൂ. എന്റെ വീട്ടില് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വീട്ടില് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ എടുത്ത് കാണിച്ചോളൂ. പോയട്ടെ. ഉമ്മ സത്യട് സംസാരിക്കാം. ഡൽഹിയിലേക്ക് എന്നാ പിന്നെ സത്യം വെളിപ്പെടുത്തേണ്ട വരുമല്ല. എടാ ഞാൻ എന്നാ കാര്യം പറയാ, ഞാൻ CA അല്ല, ഞാൻ പ്രോപ്പർ CA അല്ല. എനിക്ക് ശരിക്കും അങ്ങനത്തെ ഇതില്ല. എന്താ പറയാ, റിയൽ CA അല്ല. ഞാൻ 5 കൊല്ലം പഠിച്ച് CA ആയതല്ല. ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ്. അപ്പൊ അത് പഠിച്ച് അങ്ങനെ ഇതായതാണ്. പക്ഷെ ഈ CA എന്ന് പറയാൻ നല്ല രസമുള്ളതുകൊണ്ടും ഇത് വലിയ സംഭവം ആയിക്കൊണ്ടും ഞാൻ ചോദിക്കുന്ന ആളടുത്തും കാണുന്ന ആളടുത്തും എല്ലാം ഞാൻ CA എന്ന് പറയും. ഇതാണ് സത്യം പറഞ്ഞുള്ള കാര്യം. ഞാൻ ശരിക്കും ഒരു CA അല്ല. പക്ഷെ ഞാൻ പഠിച്ചിരുന്നു, അക്കൗണ്ടിങ് ആയിരുന്നു. എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു, നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ CA അല്ല. അത് ഞാൻ പിന്നെ ഇത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ ഇത് പറഞ്ഞുപോയി. ഒരു സ്ഥലത്ത് ഞാൻ CA ആന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർ എന്നെ വലിയ സംഭവമായിട്ട് കണ്ടു. ഞാൻ ഒരു സ്ഥലത്ത് എവിടെയോ പോയാൽ എന്നെ അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ ശരിക്കും ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് ഇതായതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ പറഞ്ഞു CA എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ACCA ഇങ്ങനെ കുറേ സംഭവം ഉണ്ട്. അപ്പോൾ ACCA എല്ലാം പറഞ്ഞാൽ അത്ര വലിയ ഇതില്ല. ഞാൻ ഒരു സ്ഥലത്ത് CA എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഭയങ്കര ഒരു സംഭവം, എന്നെ ഭയങ്കര ഒരു കാര്യം. പിന്നെ ഞാൻ ചോദിക്കുന്ന ആളടുത്ത് എല്ലാം ഞാൻ CA എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ CA തട്ടിപ്പ് കഥ ഇതാക്കുന്നത്. അപ്പോ അതാണ് ഇത് പൊളിഞ്ഞ്. ഇനിയിപ്പോ ഒന്നും ഇതില് ചെയ്യാൻ വേണ്ടി പറ്റൂല. മൂടും പോയി. ഇത് എന്തൊരു അവസ്ഥയാണ് ഇത്. അല്ല നീ ഫൈനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടോ ഓൺലൈനില്? എനിക്ക് അതിന് ഡിപ്ലോമന്റെ സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതല്ല, നീ ലൈവില് കാണിച്ചിട്ടുണ്ടോ അതിന് മുമ്പ് സർട്ടിഫിക്കറ്റ്? അവർ ലൈവ് കാണിച്ചെന്നാ പറയണത്. ആര്? ഞാനോ? അത് ഫേക്ക്. ഞാൻ ഫേക്കാ? അല്ല, അങ്ങനല്ല. അത് ഫേക്ക് ആയിട്ട് എനിക്ക് ആരോ തന്നതാ, ആരോ അയച്ചു തന്നതാ. അതുകൊണ്ട് ഞാൻ കാണിച്ചു. അത് ഫേക്കാന്ന് എല്ലാവർക്കും അറിയാം, കാണുന്ന എല്ലാവർക്കും അതറിയാം. എന്താ ആൻവിൻ? എടാ
അതിന് മാത്രം പറയുന്നതിൽ കാര്യമില്ല ചന്ദ്രന്. പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിൽ കാര്യമുണ്ട്. ഇതിൽ എനക്കൊരു പങ്കുമില്ല. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇവൻ ഗൾഫിൽ 2-3 കൊല്ലുണ്ടായിരുന്നു. എപ്പം വിളിക്കുമ്പോ ഇവൻ പറയും ഞാൻ തിരക്കാം, ഇവൻ അക്കൗണ്ടന്റ്, ഇവൻ ഫോട്ടോ വീഡിയോ എല്ലാം എനിക്ക് ഇങ്ങനെ അയച്ചത്. നമ്മളോടെല്ലാം ഇങ്ങനെ വർക്കുണ്ടായിരുന്നു. അതിന് എനിക്ക് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് CA പ്രോപ്പർ CA അല്ല, എന്തോ ഡിപ്ലോമ CAക്ക് പോയിട്ട് മറ്റേ എന്തോ ACC എന്തോ പരിപാടിക്ക് പോയിട്ട് ഡിപ്ലോമ പരിപാടിയാണ്. ഞാൻ 6 മാസം അല്ല ഇവൻ ഇതും കാണിച്ചു. അല്ല, ഞാൻ 6 മാസത്തെ ടാലി കോഴ്സിനാ പോയത്. അത് ഞാൻ പാസ്സായിട്ടില്ല. അങ്ങനെ ഇറങ്ങി. അപ്പൊ സാലറി കാണിച്ചതോ? സാലറി ഉണ്ട്. അതെന്റെ ആറ്റാന്റെ കമ്പനിയിലാ. ആറ്റേന്ന് അടുത്ത മെയിൻ ആള്. അതുകൊണ്ട് എനിക്ക് സാലറി കിട്ടും. സാലറി ആയിരുന്നോ? അല്ല, ആറ്റേന്ന് അടുത്ത മാനേജർ. അതുകൊണ്ട് അന്നെ അങ്ങനെയല്ലോ ആളെ കയറ്റി ഞങ്ങക്ക് പണിയാക്കി തന്നതാ. എനിക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയൊന്നുമില്ല, ആർക്കും അറിയില്ല. ഞാൻ അടുത്ത ആൻവിനാ. എന്താ ആൻവിന്? അല്ല, ഞാൻ അവിടെ പണിയെടുത്തിരുന്ന സ്ഥലമില്ലേ, അടുത്ത ഓണറിനൊന്നും അറിയില്ല. അല്ല, അയാളെന്ന് കാണോ? അല്ല, ഇന്നെ കാണുന്നില്ല, വിട്ടോ. എടാ ഞാൻ പറയട്ടെ. അല്ല, 2 lakh സാലറി ഞാൻ പറയട്ടെ. 2 lakh സാലറിന്റെ കാര്യം ഞാൻ പറയാം. 2 lakh സാലറി എന്ന് പറഞ്ഞാൽ അങ്ങ് ഉണ്ടായിരുന്നു. സാലറി അങ്ങ് ഉണ്ടായിരുന്നു. 2 lakhs അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങ് സാലറി ഉണ്ടായിരുന്നു. 1.25 എനിക്ക് സാലറി ഉണ്ട്. പക്ഷെ അത് കിട്ടിയ എന്താന്ന് വെച്ചാൽ ഞാൻ CA ആയിക്കൊണ്ടല്ല എനിക്ക് കിട്ടിയത് 2 lakh സാലറി. അല്ല, ഡെസിഗ്നേഷൻ എന്തായിരുന്നു? അക്കൗണ്ടന്റ് ആയിരുന്നോ? ഡെസിഗ്നേഷൻ അക്കൗണ്ടന്റ് ആയിരുന്നു. ഞാൻ അക്കൗണ്ടന്റ് ആണ്, പക്ഷെ ഞാൻ CA അല്ലായിരുന്നു. പക്ഷെ ഞാൻ ആൾക്കാർ ചോദിക്കുന്ന ആളുടെ തന്നെ അത് പറയും. അപ്പൊ ഭയങ്കര എന്തോ ഇവർ തന്നെ വലിയ സംഭവമായിട്ട് കാണും. ഇവൻ CA ഇവൻ വലിയ സംഭവം, ഇവൻ വലിയ ഇത് എന്തോ വലിയ സംഭവം തോന്നും. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഇതാക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാലോ, ഞാൻ ഇങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം എനിക്ക് കുറെ ബഹുമാനം തരുന്നു, നമുക്ക് എന്തെങ്കിലും ചായ എല്ലാം മേടിച്ചു തരും, എന്നെ എന്തോ ഒരു വലിയ സംഭവം പോലെ കാണും. എങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 23 2 കൂടി കൂട്ടി. എടാ അല്ല, ഇത് ശരിക്കും സീനാവോ ഇത്? അല്ല, അത് നോട്ടീസ് ഒറിജിനല്ല. അവര് ആക്ഷൻ എടുക്കുന്ന പോലെ ഇരിക്കും. ഇതുവരെ ആക്ഷൻ ഒന്നും എടുത്തില്ല. അതിൽ പറയുന്നത് അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ആക്ഷൻ എടുക്കൂലല്ലോ. അങ്ങനെ എനിക്കറിയില്ല. അത് വക്കീലിനെ വെച്ച് കേസ് നടത്തണം. October 14 നോട്ടീസ് വന്നത്. അവര് പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ റിപ്ലൈ ചെയ്യണമെന്നാ അവര് പറഞ്ഞത്. ഇതിപ്പോ 15 ദിവസം കഴിഞ്ഞു. 60-70 ദിവസമായി. 2 മാസം കഴിഞ്ഞു. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയില്ലേ? 1.5 മാസം കഴിഞ്ഞു. അപ്പൊ ഇതുവരെ അവര് ആക്ഷൻ എടുത്തിട്ട് കാണുന്നില്ല. ചിലപ്പോ ആക്ഷൻ എടുക്കും, അല്ല എടുക്കൂല. അതിന്റെ ഭാഗ്യം പോലെ. ആക്ഷൻ എടുത്താൽ കേസ് നടത്താം. എടാ, ഇത് അങ്ങനെ പറ്റിപ്പോയതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ല, ഇത് പറയുമ്പോ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്ത്, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്തോ വലിയ സംഭവം. പണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, പണ്ട് നമ്മളിപ്പോ 2ലോ 3ലോ പഠിക്കുന്നത്. അപ്പൊ നമ്മളിത് കൂട്ടി പറയും, ഞാൻ 5ലാന്ന് പറയും. അതായത് നമ്മളോട് ചോദിക്കുന്ന ആളെടുത്ത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ നമ്മൾ ഇതെന്താ കൂട്ടി പറയും. അങ്ങനെ ഞാൻ കൂട്ടി പറഞ്ഞതാ ഇത്. പക്ഷെ ഇങ്ങനെ വലിയ ഇഷ്യൂ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും വക്കീല് നോക്കുമായിരിക്കും. ഇപ്പൊ പണിയായ ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ എന്താ, പ്ലസ് അല്ല അത് ഞാൻ വെറുതെ കളവ് പറയുന്നില്ല നിങ്ങളോട്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ്. സത്യം പറഞ്ഞാല് +2 കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയി 6 മാസത്തെ. അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പഠിത്തത്തിലെല്ലാം ഭയങ്കര ക്യാമനായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ എന്തായി, അവിടുന്ന് ഞാൻ ഇറങ്ങി. പിന്നെ നേരെ എന്ത് ചെയ്തു, കുവൈത്തിലേക്ക് ഞാൻ പോയി. കുവൈത്തിൽ പോയി 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അപ്പം എൻ്റെ ആറ്റായിരുന്നു എനിക്ക് അവിടെ കാർണൂർ, അങ്ങനെ പറയാം. മാമനായിരുന്നു എനിക്ക് അവിടെ ജോലി മേടിപ്പിച്ചു തന്നത്. അപ്പം മാമൻ ജോലി മേടിച്ചു തന്നു. അപ്പം മാമൻ്റെ സ്വന്തം ഇതിലായിക്കൊണ്ട് എനിക്ക് എന്താ, എനിക്ക് നല്ല സാലറി കിട്ടിയിരുന്നു. 2 lakh അല്ല, 1.25 അടുപ്പിച്ച് 1.5 അടുപ്പിച്ച് എനിക്ക് സാലറി ഉണ്ടായിരുന്നു. സാലറി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ആ കാര്യം സത്യം. അപ്പം ഞാൻ നേരെ തിരിച്ചിടെ വന്നു. പക്ഷെ ആടെ എനിക്ക് ഹാപ്പിനെസ് ഇല്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യും, ഇങ്ങനെ പോവാന്നല്ലാണ്ട് ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു. ഇവിടെ വന്ന് പിന്നെ ഇതായാലും ഇവിടെ ഭയങ്കര സന്തോഷവും ഇതെല്ലാം കണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ കൂടെ അങ്ങ് ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് കൂടാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കൂടി. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ ഈ സംഭവം തന്നെയെന്ന് ഞാൻ പറയല്. ഞാൻ ഈ സംഭവം സെയിം സംഭവം തന്നെ ഞാൻ പറയും. ഞാൻ ചെയ്യാന്നുള്ള ഇതായിരുന്നു ഞാൻ പറയല്. അതാണ് സംഭവിച്ചത്. അത് വിട്. അങ്ങനെ അതും പുറത്തായി. ഓക്കെ.